അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഇബാദില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സാധാരണ പറയപ്പെടാറുള്ള ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും മൂല്യങ്ങളും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിൻ്റെ 10% അറിവ് എങ്കിലും കാഴ്ചപ്പാടെങ്കിലും രക്ഷിതാക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ സ്കൂളുമായി ബന്ധപ്പെട്ടവരോ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ മാത്രം ബോധവൽക്കരിച്ചതുകൊണ്ട് വിദ്യാർത്ഥികളിൽ തന്നെ പല മൂല്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. രക്ഷിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിന് സാധ്യമാവുകയുള്ളൂ എന്നാണ്. അപ്പം അധ്യാപകന്മാർക്ക് നമ്മൾ സാധാരണഗതിയിൽ പലതരത്തിലുള്ള ഓറിയൻറ്റേഷൻ ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്കും ഓറിയൻറ്റേഷൻ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കൂട്ടത്തിൽ രക്ഷിതാക്കൾക്ക് കൂടി ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിവരമുണ്ടാകേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ യോഗം വിളിച്ച് ചേർത്തിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ 23 വയസ്സായ ഒരു സ്ത്രീ കൂട്ട ബലാത്കാരത്തിന് ഇരയായി. അങ്ങനെ ഇരയായതിനു ശേഷം തുടർന്നുള്ള പത്രങ്ങളിൽ ധാരാളമായി അങ്ങനെയുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. അത് വരാൻ തുടങ്ങിയത് അവിടുന്ന് ഉദ്ഘാടനം ചെയ്തു, പിന്നെ എല്ലാവരും വിസിലടിച്ചിട്ട് ബലാത്സംഗം ആരംഭിച്ചതല്ല. അതിനു മുമ്പ് തന്നെ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തീരെ പത്രത്തിൽ വരാതിരുന്ന കാര്യങ്ങൾ പത്രത്തിൽ വരാൻ തുടങ്ങി. പിൻപേജിൽ വരുന്നിരുന്നത് മുൻപേജിലേക്കായി. പത്രത്തിൻ്റെ താഴെ ഭാഗത്ത് വരാൻ തുടങ്ങിയത് മോൾ ഭാഗത്തേക്കായി. 1 കോളം ഹെഡിങ് കൊടുത്തിരുന്നത് 5 കോളം ഹെഡിങ്ങായി മാറി എന്നൊക്കെയുള്ളൂ. മുമ്പും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഡൽഹി ബലാത്സംഗത്തോടു കൂടി വലിയ ഒരു ചർച്ചകൾ നമ്മുടെ പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും ഒക്കെ നടന്നു. ഒരുപാട് നിയമപ്രശ്നങ്ങൾ, നൈതിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ മീഡിയകൾ വളരെ ഗൗരവ തരത്തിൽ ചർച്ച ചെയ്തു. നമ്മളിൽ പല ആളുകളും ആ ചർച്ച ശ്രദ്ധിച്ചിട്ടുള്ളവരായിരിക്കും. ആ ചർച്ചയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു സംഗതി പ്രശ്നമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, പ്രശ്നമാകുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളോ ചേർന്ന് ഒരു സ്ത്രീയെ കടന്നു പിടിക്കുകയും ബലാത്കാരം അവളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം അത് ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുന്നത് എന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ കൂടെ അന്യ പെൺകുട്ടികൾ സഞ്ചരിക്കുന്നു. അവർ ലൈംഗികമായിട്ടുള്ള വ്യവഹാരങ്ങളും ഇടപാടുകളും നടത്തുന്നു. പിന്നീട് ഒരു സന്ദർഭത്തിൽ വന്നുകൊണ്ട് ഇയാൾ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി എന്നെ പീഡിപ്പിച്ചു എന്ന് പെണ്ണ് പറയുന്നു. അങ്ങനെ പെണ്ണ് പറയുന്നതോടുകൂടി അതൊരു പീഡനമായി കലാശിക്കുന്നു. സംഭവിക്കുമ്പോൾ അത് പീഡനമായിരുന്നില്ല, അത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ഒരു സംഭവമായിരുന്നു. ഇത്തരം കാര്യങ്ങളിലാണ് സാധാരണഗതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്, നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഇസ്ലാമികമായ മൂല്യങ്ങളനുസരിച്ച്, രണ്ടാമതായി ഭാരതീയമായിട്ടുള്ള സനാതന മൂല്യങ്ങളനുസരിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപാട് ഒരു വിഷയമായി മാറേണ്ടത് അത് ഒരു ബലാത്സംഗമാകുമ്പോഴോ സ്ത്രീ പീഡനമാകുമ്പോഴോ മാത്രമല്ല, മറിച്ച് വിവാഹബാഹ്യമായിട്ടുള്ള എല്ലാ ലൈംഗിക ഇടപാടുകളും യഥാർത്ഥത്തിൽ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ആ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കണം, അതിനെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എല്ലാ ലൈംഗിക ഇടപാടുകളും പ്രശ്നമാകുന്നത്? ഒന്നാമത് ലൈംഗികാസക്തി, ലൈംഗികത ഉപയോഗിക്കുവാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഒരു പരീക്ഷണ മേഖലയാണ്. ആ പരീക്ഷണത്തിൽ മനുഷ്യൻ എപ്പോഴാണ് വിജയിക്കുന്നത്? അവൻ വിജയിക്കുന്നത് തൻ്റെ ജീവിത പങ്കാളിയോടൊത്തു മാത്രം ലൈംഗികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോഴാണ്. അതിന് പുറമെയുള്ള ലൈംഗിക ഇടപാടുകൾ എപ്പോഴാരംഭിക്കുന്നുവോ അപ്പോൾ അവന്റെ ലൈംഗികാസക്തി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരീക്ഷണ വിഷയത്തോട്
അയാൾ എതിർ സമീപനം സ്വീകരിക്കുന്നു, അത് അയാളുടെ നരകത്തിന് കാരണമായി തീരുന്നു, അള്ളാഹുവിൻ്റെ സ്വർഗം അയാൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, എപ്പോഴും വളരെ ഗൗരവപൂർവ്വം കാത്തു സൂക്ഷിക്കേണ്ടുന്ന, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ കുടുംബം എന്നത്. കാരണം കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഒരുപാട് സർവീസസ്, ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നത്. ആ കുടുംബം എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. സംരക്ഷിക്കപ്പെടണമെങ്കിൽ ലൈംഗികമായിട്ടുള്ള സദാചാരം കുടുംബത്തിൽ നിൽക്കണം. ഭർത്താവിനെ പൂർണ്ണമായി വിശ്വാസമുണ്ടെങ്കിലേ ഒരു ഭാര്യക്ക് അയാളുമായി പുറത്തു പോകാൻ കഴിയുകയുള്ളൂ. ഭാര്യയെ വിശ്വാസമുണ്ടെങ്കിലേ ഭർത്താവിന് അവളുമായിട്ട് പുറത്തു പോകാൻ കഴിയുകയുള്ളൂ. പരസ്പരം പൊറത്തു പുലരാൻ കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ മക്കൾ മാത്രമേ മാനസികാരോഗ്യത്തോടുകൂടി വളരുകയുള്ളൂ. അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമേ സമാധാനത്തോടുകൂടി വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കിട്ടേണ്ടുന്ന എല്ലാ സർവീസസും, എല്ലാ സേവനങ്ങളും കിട്ടണമെങ്കിൽ കുടുംബം ഭദ്രമായി നിൽക്കണം. കുടുംബം ഭദ്രമായി നിൽക്കണമെങ്കിൽ സദാചാരം ഭദ്രമായിരിക്കണം, ലൈംഗിക ജീവിതം പരിശുദ്ധമായിരിക്കണം. ഇത് സനാതന മൂല്യം എന്നുള്ള നിലക്ക് ഹൈന്ദവ ധാർമ്മിക മൂല്യമാണ്, അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യവുമാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു ദിവസം ഒരു A4 കടലാസ് എടുത്ത് 2 പുറവും എഴുതി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാണ്, അൽഹർമൈൻ സ്കൂളിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ചെയർമാനാണ്, മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ചെയർമാനാണ്, മജ്ലിസു തഅലീം അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളാണ്, അൽ ജാമിയ അൽ ഇസ്ലാമിയയുടെ സുപ്രീം കൗൺസിലിൻ്റെ ആളാണ്, AICL എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ ആളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട്, ഒരു പേജിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ഉണ്ട്. വേറൊരു പേജ് എടുത്തിട്ട് അതിലിങ്ങനെ എഴുതി എൻ്റെ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. അപ്പം ഞാൻ ഒരു മകനാണ്, ഞാനൊരു ഭർത്താവാണ്, ഒരു പിതാവാണ്, ഒരു അളിയനാണ്, ഒരു അമ്മായിക്കാക്കയാണ്, ഒരു അമ്മോനാണ്, ഒരു എളാപ്പയാണ്, ഒരു മൂത്താപ്പയാണ്. ഇതൊക്കെ കൂടി എഴുതി നോക്കുമ്പോൾ അത് വേറെ ഒരു സംഗതിയാണ്. നാട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ 3-ാമത്തെ പേജിൽ എഴുതിയിട്ട് അത് തീരുന്നില്ല. ഇതെല്ലാം ഇന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു, എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏതാണ്, ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏതാണ് എന്ന എൻ്റെ ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയ മറുപടി 6 കുട്ടികളുടെ പിതാവാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഏത് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഏത് ഉത്തരവാദിത്തവും എന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു മനസ്സിലാക്കി. നിങ്ങൾക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ കച്ചവടക്കാരായിരിക്കും, എഞ്ചിനീയർമാരായിരിക്കും, ഡോക്ടർമാരായിരിക്കും, ഡ്രൈവർമാരായിരിക്കും, മീൻപിടുത്തക്കാരായിരിക്കും, പഞ്ചായത്ത് മെമ്പർമാരായിരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും, നഗരസഭാ അധ്യക്ഷനായിരിക്കും, കൗൺസിലറായിരിക്കും, എന്തൊക്കെയോ ചുമതലകൾ നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്ന ചുമതലയും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് മാതാവ് എന്ന ചുമതലയുമായിരിക്കുന്നു. മാതാവിൻ എന്ന ചുമതല ഏറ്റവും പവിത്രമായതുകൊണ്ടാണ്, ആ ചുമതല ഏറ്റവും ഗൗരവമേറിയതായതുകൊണ്ടാണ് സ്വർഗം മാതാവിൻ്റെ കാൽച്ചുവട്ടിലായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ്. കാരണം മാതാവ് എന്ന ഉത്തരവാദിത്തം അത്രയും പവിത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നാണ്. ഒരു സ്ത്രീ എപ്പോഴും ഒരു മാതാവാകാൻ ആഗ്രഹിക്കും. ഞാൻ കൊണ്ടോട്ടി സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്ന ഒരു ടീച്ചറെ ഇന്റർവ്യൂ ചെയ്തു. അപ്പം എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ ചെയ്തപ്പോൾ ടീച്ചറെ നമുക്ക് പറ്റുമെന്ന് ബോധ്യപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചർ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പം അവർ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ വേറെ ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് സന്തോഷത്തോടു കൂടി. ഞങ്ങൾ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? വിവാഹം കഴിച്ചൊരു ബാധ്യത ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്.
അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ? കുട്ടികൾ വേണ്ട, കുട്ടികൾ വലിയ ബാധ്യതയാണ്. ഞാൻ അവരോട് പറഞ്ഞു, എന്ത് ബാധ്യത? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മക്കൊരു തലവേദനയായിരുന്നു എന്ന്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ അമ്മ സമ്മതിച്ചില്ല, അമ്മയെ ഞാൻ വിഷമിപ്പിച്ചു എന്നതുപോലെ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഒന്നുകിൽ അവൾ എൻ്റെ പരിധിക്ക് നിർത്തണം, അപ്പോൾ അവളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും, അവൾ അവളുടെ ഇഷ്ടത്തിന് പോകണം, അപ്പോൾ എനിക്ക് വിഷമുണ്ടാക്കുകയും ചെയ്യും, അതിന് ഞാൻ മുതിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ സ്കൂളിലുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് സംസാരിക്കാം, ഇപ്പോൾ ഞാൻ സംസാരം നിർത്തുകയാണ് എന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞപ്പോ അവരെ കണ്ടപ്പോ അവര് കുറച്ച് പള്ളയൊക്കെ കൊണ്ട് വീർത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പം പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. അപ്പൊ എന്തേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ അന്ന് വലിയ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു യുക്തിബോധത്തിനും യുക്തിവാദത്തിനും തടഞ്ഞു നിർത്താൻ കഴിയുന്ന കാര്യമല്ല, അതിനെ അതിജയിക്കുന്ന ഒരു കാര്യമാണ് അമ്മയാവുക എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട്. അവർ ആ കുട്ടിയുടെ കൈയും പിടിച്ചിട്ടാണ് പലപ്പോഴും എൻ്റെ അടുത്ത് വരിക. ഞങ്ങൾ കൂടുതൽ വർത്തമാനം പറയും, കുട്ടിയെ കുറേയൊക്കെ കൊഞ്ചിക്കുകയും താലോലിക്കുകയും ചെയ്തിട്ടാണ് അവർ പോകാറുള്ളത്. ഞാൻ പറയുന്നത്, അമ്മയാകാനുള്ള ആഗ്രഹം, അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അമ്മയാകാൻ കഴിയാത്ത സ്ത്രീകളുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. കല്യാണം കഴിച്ചിട്ട് ഒരു 8 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ അവൾ അനുഭവിക്കുന്ന ദുഃഖം, അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന ദുഃഖം അത് അളന്ന് മനസ്സിലാക്കാൻ വേറൊരാൾക്കും കഴിയൂല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ടൗണിലൊക്കെ വലിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. നാളെ നേരം പുലരുമ്പോൾ പൂക്കൾ ചിരിക്കും, പിന്നെ എന്താണ്, പൂക്കൾ വിടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ കാണാം. ഞങ്ങൾ ജന്മം നൽകുന്നു അന്മ എന്ന സാഫല്യത്തെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം കാണാം. അതെല്ലാം വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകളുടെയും ആശുപത്രികളുടെയും പരസ്യം അമ്മയാകാനുള്ള പെണ്ണുങ്ങളുടെ ആഗ്രഹത്തെയും അച്ഛനാകാനുള്ള ആണുങ്ങളുടെ ആഗ്രഹത്തെയുമാണ് പിന്നെ കുറിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ ബാപ്പ എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളാണ് നമ്മുടെ ജീൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഏക സൃഷ്ടി. നമുക്കൊരുപാട് കച്ചവട ശാലകളുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് ചിത്രം വരച്ചിട്ടുണ്ടാകാം, കവിത എഴുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെറുകഥ എഴുതിയിട്ടുണ്ടാകാം, നമ്മൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, ഒരുപാട് ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഒരു ജീൻ, നമ്മുടെ രക്തത്തിന്റെ അംശം, നമ്മുടെ ഉണ്മയുടെ അംശം, നമ്മുടെ ശരീരത്തിന്റെ അംശം, നമ്മുടെ മജ്ജയുടെ അംശം നമ്മൾ ഇതിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഒരു പിതാവിൽ നിന്ന് സ്പേം എന്ന ഒരു അർദ്ധകോശം മാറ്റിവെച്ചിട്ട് മാതാവിൽ നിന്ന് എഗ് എന്ന മറ്റൊരു അർദ്ധകോശം മാറ്റിവെച്ചിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞിൽ നിൽക്കുന്നത് നമ്മുടെ ഉണ്മയാണ്, നമ്മുടെ ജീനാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ മജ്ജയും മാംസവും നമ്മുടെ രക്തവുമാണ് നമ്മുടെ കുഞ്ഞിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനോട് നമ്മുടെ വ്യാപാര സ്ഥാപനത്തോടില്ലാത്ത സ്നേഹം, നമ്മുടെ വ്യവസായശാലയോടില്ലാത്ത സ്നേഹം, നമ്മുടെ കച്ചവട സ്ഥാപനത്തോടില്ലാത്ത സ്നേഹം, നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ ലേഖനത്തോടോ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തോടോ രചിച്ചിട്ടുള്ള കവിതയോടോ വരച്ചിട്ടുള്ള ചിത്രത്തോടോ ഇല്ലാത്ത ഒരു സ്നേഹം നമ്മുടെ മക്കളോട് ഉണ്ട് എന്ന കാര്യത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഏത് ജന്തു എന്നുള്ള നിലയിൽ തന്നെ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഏത് ജന്തു എന്നുള്ള നിലയിൽ തന്നെ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്. നമ്മളും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ ചിലപ്പോൾ മറന്നുപോകും, മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അവഗണിക്കും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ താല്പര്യങ്ങൾ നമ്മൾ അവഗണിക്കാറില്ല, അവരോടുള്ള സ്നേഹം ഒരിക്കലും നമ്മൾ മാറ്റിവെക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വാപ്പമാരോട് സംസാരിച്ചാൽ അവർ പറയും, ഞാൻ എൻ്റെ കുട്ടികളുടെ ഭാവി ശരിപ്പെടുത്താൻ നോക്കുകയാണ്, എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകയുണ്ട്, ഇനി എൻ്റെ കുട്ടികളുടെ ഭാവി ശരിയാകട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ പരക്കം പായുന്നത് എന്ന് വാപ്പമാർ സാധാരണ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയാണോ നാം ചിന്തിക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതിയോ? പോരാ. മറിച്ച്
ഈ ഭാവിയെ അഭിമുഖീകരിക്കാൻ കുട്ടിയെ പ്രാപ്തമാക്കുക എന്നതുകൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടിക്ക് വേണ്ടിയുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല നമ്മൾ ബാധ്യസ്ഥം, മറിച്ച് ഭാവിയിൽ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുക, കാലം എങ്ങനെയാണ് വളർന്നു വരിക, എന്തൊക്കെ സൗകര്യങ്ങളാണ് നാട്ടിൽ ഉണ്ടാകുക, എന്തൊക്കെ പ്രതിസന്ധികളാണ് കുട്ടി അഭിമുഖീകരിക്കേണ്ടി വരിക, ഇതിനെ മുഴുവൻ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തി നമ്മുടെ കുട്ടിക്ക് നൽകുക, കുട്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ് എന്ന് നിങ്ങളെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടിയെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമതായി കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം നമ്മൾ നൽകണം. ഒരിക്കൽ ഒരു രക്ഷിതാവിനോട് കുട്ടി പറഞ്ഞു, എനിക്കൊരു പമ്പരം വേണം, പമ്പരം വേണമെന്ന് കുട്ടി പറഞ്ഞപ്പോൾ രക്ഷിതാവ് കുറച്ച് ആലോചിച്ചു, പമ്പരം വാങ്ങിക്കൊടുക്കണമോ, എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ഒരു മരത്തിന്റെ കഷ്ണവും ഒരു ഉളിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ പമ്പരം ഉണ്ടാക്കിക്കോ, എന്നിട്ട് നീ കളിച്ചോ എന്ന് പറഞ്ഞു. കുറെ സമയം ട്രൈ ചെയ്തിട്ട് കുട്ടി പറഞ്ഞു, പമ്പരം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് പമ്പരം എനിക്ക് വേണമെന്നില്ല, എനിക്ക് ഒരു കാറ് വാങ്ങി തന്നാൽ മതി, ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കളിക്കാർ. അപ്പൊ രക്ഷിതാവ് പറഞ്ഞു, പോരാ, നീ പമ്പരം ഉണ്ടാക്കണം, പമ്പരം കൊണ്ട് കളിക്കണം, അത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് രൂപമൊക്കെ കാണിച്ചു കൊടുത്ത് പമ്പരം സ്വയം ഉണ്ടാക്കി കളിക്കുന്നത് വരെ കുട്ടിയെ പ്രചോദിപ്പിച്ചുകൊണ്ടും കുട്ടിക്ക് താങ്ങായി നിന്നുകൊണ്ടും പിതാവ് കൂടെ തന്നെ ഉണ്ടായി. ആ പമ്പരം ഉണ്ടാക്കി കളിക്കുമ്പോൾ ആ പമ്പരം ആദ്യത്തെ തിരിയുന്നതോടുകൂടി ഈ കുട്ടി ഒരുപാട് പാഠം പഠിച്ചു. ഒന്ന് സ്വയം കാര്യം ചെയ്യാൻ പഠിച്ചു, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിച്ചു, താൽക്കാലികമായ വികാരങ്ങളെ മറികടക്കാൻ പഠിച്ചു. ഒരുപാട് പാഠമാണ് ഈ പമ്പരം സ്വയം ഉണ്ടാക്കി തിരിക്കുന്നതിലൂടെ കുട്ടി നേടിയെടുത്തത്. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന സ്വഭാവത്തിൽ അവരെ പണികൾ ഏൽപ്പിച്ചുകൊണ്ടും ആ പണികൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടും നമ്മൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ടും പൂർത്തിയാകുന്ന സന്ദർഭങ്ങളിലും ഓരോ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിലും ധാരാളമായി കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും ഉള്ള ഒരു നിലപാട് കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ കാണിക്കണം. അങ്ങനെ കുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ഭാവി ലോകത്തെ നമുക്ക് നേരിടാൻ കഴിയണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് നേരിടാൻ കഴിയണമെങ്കിൽ ഈ ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ ധാരാളമായി സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതേ അവസരത്തിൽ സ്നേഹപ്രകടനം നടത്താൻ നമുക്കറിയില്ല എന്നുള്ളതാണ്. സ്നേഹപ്രകടനം നടത്താൻ നമുക്കറിയില്ല. നമ്മളിൽ എത്ര പേരുണ്ട് കുട്ടികളെ ചുംബിക്കുന്നവർ? ചുംബിക്കുകയാണെങ്കിൽ കൈക്കുഞ്ഞാകുന്ന സമയത്ത് നമ്മൾ ചുംബിച്ചു എന്ന് വരും. കൈക്കുഞ്ഞി എന്ന ഒരവസ്ഥ വിട്ടാൽ പിന്നെ കുട്ടികളെ ചുംബിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഗ്രാമീണനായ അറബി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? റസൂല് പറഞ്ഞു, ഞങ്ങൾ ചുംബിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചുംബിക്കാറില്ല. ആ തരത്തിലുള്ള ഈ മൃദുല വികാരങ്ങളും സാധുത്വവും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ അങ്ങനെ ചുംബിക്കാറില്ല. അപ്പോ റസൂലിന്റെ ചോദ്യം പിതാവിനോട്, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു കാരുണ്യം പടച്ചു തരാത്തതിന് ഞാൻ എന്തു പിഴച്ചു എന്നാണ്. കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ് ചുംബനം എന്ന് പറയുന്നത്. ചുംബനം ഒരു സ്നേഹപ്രകടനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും കൂടെ ഇരുത്തി വളർത്തണം. അവരുമായി സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ ഇപ്പോ ഉമ്മമാരാണ് ധാരാളം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. വളരെ കുറച്ച് ആണുങ്ങളെ ഉള്ളൂ. ഉച്ചക്ക് മുമ്പുള്ള സെഷനിൽ ഇത്ര ആണുങ്ങളും ഇല്ല. അത് രാവിലെ ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സദസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വാപ്പമാർക്ക് എത്ര ശ്രദ്ധയുണ്ട് എന്ന്. ഇവിടെ വന്നവരെല്ലാവരും വാപ്പമാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പല ആളുകളും വല്യുപ്പമാരായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. വാപ്പമാർക്ക് കുട്ടികളെ വളർത്തുന്നതിൽ ശ്രദ്ധ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെന്തിനാണ് ഓടിപ്പായുന്നത്? ഈ മക്കളുടെ ഭാവി ശരിപ്പെടുത്താനാണ് അവർ ഓടിപ്പായുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് എന്ന് എപ്പോഴും പറയുകയും ചെയ്യും. വല്ലാത്ത ഒരു പോരായിക ആ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു.
പട്ടണങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നേരം പുലരുന്നതിന് മുമ്പ് അവർ എഴുന്നേറ്റ് പോകും. വളരെ വൈകിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കുട്ടികളെ ജീവനോട് കാണാനുള്ള ഒരു ഭാഗ്യം പലപ്പോഴും പല രക്ഷിതാക്കൾക്കും ഉണ്ടാകാറില്ല. ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളൊക്കെ ഇപ്പൊ എത്ര വലുപ്പമായി? അദ്ദേഹം പറഞ്ഞു, ഇത്ര വലുപ്പമായി, ഇത്ര വലുപ്പമായി, ഇത്ര വലുപ്പമായി. ഇത് ഇങ്ങനെയാ പറയുന്നത്. ഞാൻ ചോദിച്ചെന്താ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയല്ലേ പറയേണ്ടത്? ഇത്ര വലുപ്പമായി, ഇത്ര വലുപ്പമായി, ഇത്ര വലുപ്പമായി. അപ്പൊ അദ്ദേഹം സത്യം എന്നോട് പറഞ്ഞു, കുട്ടികളെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാറില്ല. ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് അവര് ഉണർന്നിട്ടുണ്ടാവുകയില്ല, ഞാൻ തിരിച്ചെത്തുമ്പോഴേക്ക് അവർ ഉറങ്ങിയിട്ടുമുണ്ടാകും. അതുകൊണ്ട് ഞാൻ കുത്തനെ നിൽക്കുന്നത് കാണാറില്ല എന്ന് അദ്ദേഹം തമാശയായി എന്നാൽ വേദനയോടുകൂടി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഈ അസാന്നിധ്യം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആണുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളാണ് റോൾ മോഡൽ നിങ്ങളാണ്. ഉമ്മമാര് കുട്ടികളോടൊപ്പം ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷെ കുട്ടികൾക്ക് എത്ര സമയം കൊടുക്കുന്നുണ്ട്? കുട്ടികളും നിങ്ങളും ഒരുമിച്ച് ടി വിയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ടി വിയോട് സംവദിക്കുന്നു, കുട്ടികളും ടി വിയോട് സംവദിക്കുന്നു. പച്ച മനുഷ്യന്മാര് വീട്ടിലിരിക്കുന്നുണ്ടല്ലോ. ഈ മനുഷ്യന്മാരെ എത്ര കേൾക്കുന്നുണ്ട് ഈ കുട്ടികൾ? ഈ മനുഷ്യന്മാരോട് എത്ര സംസാരിക്കുന്നുണ്ട് കുട്ടികൾ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും. വാപ്പയോടല്ല കുട്ടി ഇടപഴകുന്നത്, ഉമ്മയോടല്ല കുട്ടി ഇടപഴകുന്നത്. കുട്ടി കൂടുതൽ ഇടപഴകുന്നത് വീട്ടിലുള്ള ടി വിയോട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് ആണ് എന്നുള്ളതാണ്. കുട്ടികൾ കളിക്കുന്നത് ആരോടാണ്? മനുഷ്യരോടാണോ കളിക്കുന്നത്? മനുഷ്യരോടല്ല കളിക്കുന്നത്. കുട്ടികൾ കളിക്കുന്നത് കമ്പ്യൂട്ടറിനോടാണ്, കുട്ടികൾ കളിക്കുന്നത് മൊബൈലിനോടാണ്. മുമ്പൊക്കെ അയൽപക്ക വീടുകളിലെ കുട്ടികൾ തമ്മിൽ കളിച്ചിരുന്നു. ഇപ്പൊ ആ കളിയില്ല. ജ്യേഷ്ഠത്തെയും അനുജത്തെയും അങ്ങളമാരും ഇരുന്ന് കളിച്ചിരുന്നു. ഇപ്പൊ ആ കളിയില്ല. ആ കളിക്ക് പകരം ഒക്കെ ഗെയിമുകളാണ്. ഏത് ഗെയിമുകൾ? കമ്പ്യൂട്ടർ ഗെയിമുകൾ, മൊബൈൽ ഗെയിമുകൾ. മൊബൈൽ ഗെയിം കളിച്ചാലുണ്ടോ വികാരം വളരുന്നു? ഒരു വികാരവും വളരൂല. മൊബൈലിനോട് ചിലപ്പോൾ ജയിച്ച് എന്നുള്ള നിലക്ക് ഇവന് സന്തോഷിക്കാം. എന്നാൽ മൊബൈലിന് വല്ല ദുഃഖമുണ്ടോ? മൊബൈലിന് ദുഃഖം ഉണ്ടാവില്ല. കമ്പ്യൂട്ടറിനോട് കളിച്ചിട്ട് ചിലപ്പോൾ കമ്പ്യൂട്ടർ ജയിക്കും, ഇവൻ തോൽക്കും. എന്നാൽ കമ്പ്യൂട്ടറിന് വല്ല സന്തോഷമുണ്ടോ? ഈ സന്തോഷവും ദുഃഖവും അനുഭവിക്കാത്ത കൂട്ടാളിയുമായി ഇടപഴകിയിട്ട് പച്ച മനുഷ്യനുമായി ഇടപഴകാനോ പച്ച മനുഷ്യന്റെ സ്വഭാവം സ്വാംശീകരിക്കാനോ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് പൊതുവിൽ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുമായി കൂടുതൽ സമയം ഇടപഴകണം, കൂടുതൽ അവരോട് സംസാരിക്കണം, അവർക്ക് തുറന്ന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മമാരോട് ഞാൻ പറയുന്നു, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ തുറന്ന രൂപത്തിൽ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. നിങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യണം കുട്ടികൾക്ക്, എൻ്റെ ഉമ്മയോട് എനിക്ക് എന്തും പറയാം. കാരണം എൻ്റെ ഉമ്മ എന്ന ഒരവസ്ഥ നേരത്തെ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ ഉമ്മ, എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഉമ്മ. അതുകൊണ്ട് എൻ്റെ ഉമ്മയോട് എനിക്കെല്ലാം തുറന്നു പറയാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ ആൺകുട്ടികളെയും നിങ്ങൾ എത്തിക്കണം. അവർക്ക് അതാണ് ഏറ്റവും സൗകര്യം. വാപ്പയോട് തുറന്നു പറയണം എന്നൊക്കെ പറയാന്നുള്ളതല്ലാതെ അത് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെണ്ണുങ്ങള് അവരുടെ മക്കൾക്ക് തുറന്നു പറയാനുള്ള അവസരം കൊടുക്കണം. ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് 8 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിലാണ്. ആ പ്രായത്തിലുള്ള കുട്ടികളോട് എങ്ങനെയാണ് സഹവസിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, ആദ്യത്തെ 7 വർഷം നിങ്ങൾ അവരോടൊപ്പം കളിക്കുക. 7 വയസ്സ് വരെ അവരോടൊപ്പം കളിക്കന്നെ വേണം. രണ്ടാമത്തെ 7 വർഷം നിങ്ങൾ അവരെ പഠിപ്പിക്കുക, 14 വയസ്സ് വരെ. മൂന്നാമത്തെ 7 വർഷത്തെക്കുറിച്ച് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള പ്രായത്തെക്കുറിച്ച് പറയുന്നത് വസാഹിബൂഹും എന്നാണ്. നിങ്ങൾ അവരുമായി സഹവസിക്കുക, സുഹൃത്തുക്കളാവുക. നിങ്ങളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. നിങ്ങളും വ്യക്തികളാണ്, അവരും വ്യക്തികളാണ്. അവർ നിങ്ങളുടെ കുട്ടികൾ എന്നുള്ള നിലക്കല്ല, നിങ്ങളുടെ ഒരു സാഹിബ്, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രായഘടനയിലുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരികളായിരിക്കണം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കണം. ഏത് സുഹൃത്തുമായി നിങ്ങൾ
പിന്നെ അവർ സ്നേഹം പങ്കിടുന്നത് പോലെയും നിങ്ങളുമായിട്ട് പങ്കിടാൻ കഴിയണം. ഒരാൾ ഒരു പുരുഷനുമായിട്ട് അവർക്ക് അടുപ്പം തോന്നി, സ്വാഭാവികമായി അടുപ്പം തോന്നാം. ഈ അടുപ്പം തോന്നുന്നു എന്ന് വരുമ്പോൾ എനിക്ക് ഇന്ന ആളുമായിട്ട് ഒരു അടുപ്പമുണ്ട് എന്ന് ആദ്യം അവളുടെ കൂട്ടുകാരിയോട് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയിരിക്കണം. ഇന്ന ഒരാളെ എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു, അയാൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ നിങ്ങളുടെ മകൾക്ക് നിങ്ങളോട് പറയാൻ കഴിയണം. നിങ്ങളോട് അവൾ പറയാതിരിക്കുകയും അവളുടെ കൂട്ടുകാരിയോട് അവൾ പറയുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂട്ടുകാരി അതിനുള്ള പ്രോത്സാഹനം അവൾക്ക് കൊടുക്കും, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം വളരുന്നത് വളരെ സന്തോഷത്തോടുകൂടി അവൾ ആഘോഷിക്കും. നിങ്ങളോട് പറഞ്ഞാലോ, നിങ്ങൾ പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അതെന്താണ്, അവൻ ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം ഏത് ഘട്ടത്തിലാണോ അത് ഇല്ലായ്മ ചെയ്യേണ്ടത്, ആ ഘട്ടത്തിൽ ഏത് സ്വഭാവത്തിലാണോ ഇല്ലായ്മ ചെയ്യേണ്ടത്, ആ സ്വഭാവത്തിൽ നിങ്ങൾ അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും ഈ കുട്ടിയെ ഹറാഷ് ചെയ്യാതെ, അവളുടെ വ്യക്തിത്വത്തെ ഹനിക്കാതെ നിങ്ങൾ അതിന് ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് സ്നേഹത്തോടു കൂടി ആരോട് പെരുമാറുന്നു, ഏറ്റവും കൂടുതൽ സൗഹൃദം ആരോട് പുലർത്തുന്നു എന്ന് ചോദിച്ചാൽ ഉമ്മയോടാണ് സൗഹൃദം പുലർത്തുന്നത് എന്ന് അവൾക്ക് പറയുവാനും അവൾക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും അവൾക്ക് കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ ഒന്നാമത് ഈ സൗഹൃദം നിങ്ങൾ വളർത്തിയെടുക്കണം കുട്ടികളുമായിട്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന. ഞാൻ ഉമ്മയല്ലേ, ഓള് മോളല്ലേ, ഞാൻ ഉമ്മയല്ലേ, അവൾ മോനല്ലേ, ഞാൻ വാപ്പയല്ലേ, അവൾ മോളല്ലേ എന്നുള്ള നിലക്കല്ല. അവളും ഒരു വ്യക്തിയാണ്, ഞാനും ഒരു വ്യക്തിയാണ്. അവൾക്ക് ഈഗോ ഉണ്ട്, എനിക്കും ഈഗോ ഉണ്ട്. അവൾക്ക് വ്യക്തിപരമായ മുൻഗണനാക്രമങ്ങളുണ്ട്, എനിക്കും വ്യക്തിപരമായ മുൻഗണനാക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡീൽ ഒരു സൗഹൃദത്തിന്റെ ഡീലാണ് എന്നുള്ള സ്വഭാവത്തിൽ ഒരു സ്വഭാവം വളർത്തിയെടുക്കുവാൻ നമ്മുടെ മാതാക്കൾക്ക് പ്രത്യേകിച്ച് കഴിയണം, പിതാക്കൾക്കും അതിന് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് വെച്ച് നമ്മുടെ കുറച്ചു കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മുടെ ആൺകുട്ടികളുടെ കാര്യമാണ്. ഇവിടെ വന്നിട്ടുള്ളതിൽ പകുതി ആളുകളും ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ, മിക്കവാറും എല്ലാ ആളുകളും ആൺകുട്ടികളുടെ കൂടി രക്ഷിതാക്കളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് എന്തൊക്കെ അപകടങ്ങളാണ് വരാനിരിക്കുന്നത്? ഒന്നാമതായി വരാനിരിക്കുന്ന അപകടം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗമാണ്. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗമാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആരംഭിക്കുന്നത് പുകവലിയിൽ നിന്ന്, ഹാൻസിൽ നിന്ന്, പാൻപരാഗിൽ നിന്ന്, ചെറുതായി ചെറിയ ചെറിയ പാക്കറ്റുകളിൽ ലഭിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ശരിക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന്റെ ആരംഭം എന്ന് നിങ്ങൾ കണ്ടറിയണം. അവൾ ധാരാളമായി അടക്ക ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ, ധാരാളമായി പുകയില ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ, ഹാൻസോ പാൻപരാഗോ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ കരുതിയിരിക്കണം, ഒന്നുകിൽ അവൻ ഗുരുതരമായിട്ടുള്ള ആമാശയ പിന്നെ അതുപോലെ തന്നെ വായ് ക്യാൻസറിലേക്കാണ് അവൻ ചെന്നെടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ ചെന്നെടുക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ഗൗരവതരത്തിൽ നിയന്ത്രിക്കണം. അതിന് നിങ്ങൾക്ക് അവരുടെ ബാഗുകൾ പരിശോധിക്കാം, അവരുടെ പിന്നെ സ്വകാര്യമായിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിക്കാം. ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുമായി പരിധി കവിഞ്ഞ കൂട്ടുകെട്ട് അവനില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. അതോടൊപ്പം ഇത് വികസിച്ചു വരുന്നത് പിന്നീട് കല്യാണ തലേന്നാണ്. മൈലാഞ്ചി കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണമുണ്ട്. പലയിടങ്ങളിലും മൈലാഞ്ചി കല്യാണം ശരിക്ക് മദ്യത്തിന്റെ ഒരു കല്യാണമാണ്. അതുകൊണ്ട് തലേ ദിവസം ബന്ധുവീടുകളിലാണെങ്കിലും സുഹൃവീടുകളിലാണെങ്കിലും എത്ര മണിവരെ മൈലാഞ്ചി കല്യാണത്തിൽ അവന് പങ്കെടുക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു വ്യവസ്ഥ വെക്കണം. ആ മൈലാഞ്ചി കല്യാണത്തിന്റെ സന്ദർഭത്തിൽ രക്ഷിതാക്കളുടെ ഒരു കണ്ണ് ഈ ഉദ്ദേശത്തോടു കൂടി തന്നെ മക്കളുടെ നേരെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മൈലാഞ്ചി കല്യാണം വേണോ വേണ്ടേ എന്ന് പറയുന്നത് വേറെ സ്ഥലത്ത് പറയാം, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇവിടെ അതിൽ നമ്മൾ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. മദ്യം, മയക്കുമരുന്ന്, പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള മുസ്ലിം ഗ്രാമങ്ങളിൽ
ബോധപൂർവം തന്നെ മദ്യവും മയക്കുമരുന്നും ധാരാളമായി പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണികളിൽ നിന്ന് അവരെ ശരിക്കും നമുക്ക് മോചിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സംഗതി, ഈ കുട്ടികളെ ബാധിക്കുന്ന കാര്യം ഈ സ്വവർഗ സംഭോഗം എന്ന് പറയുന്ന, സ്വവർഗരതി എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ്. അതായത് ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സ്വവർഗരതിയിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോയാൽ പിന്നീട് സംഭവിക്കുന്നത് അവരുടെ കുടുംബ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഒരുപക്ഷെ എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. ശാരീരികമായ പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ അവരെ ബാധിക്കുന്നു. അവരുടെ കുടുംബ ജീവിതം പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതായി മാറുന്നു. മാനസികമായ വിഷാദ രോഗങ്ങളും വിഭ്രാന്തികളും അവരെ പിടികൂടുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രകൃതി വിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലക്ക് പ്രകൃതി വിരുദ്ധ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന എല്ലാ ആപത്തുകളും ഈ തകരാറ് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വിഷയത്തിലും നമ്മുടെ ഒരു കണ്ണ് വേണം. മുതിർന്ന ആളുകൾ, പുരുഷന്മാർ തന്നെ ഈ ആൺകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? പ്രത്യേകിച്ച് തൊലി വെളുത്ത ആൺകുട്ടികളെ വളരെ മോശമായ രൂപത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർക്ക് ചായ വാങ്ങിക്കൊടുത്തുകൊണ്ട്, അവർക്ക് ചിക്കൻ റോൾ വാങ്ങിക്കൊടുത്തുകൊണ്ട്, അവർക്ക് പിന്നെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, മൊബൈൽ വാങ്ങിക്കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈൽ കയറ്റാൻ വേണ്ടി കാശ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ട്, കൂടെ സിനിമ കാണുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, ഇത്തരം സാമൂഹ്യ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ മുതിർന്ന തലമുറ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ മദ്യപാനം അതിലൂടെ വളരും, മയക്കുമരുന്നുകളുടെ ഉപയോഗം അതിലൂടെ വളരും. അതുമൂലം തന്നെ പലതരത്തിലുള്ള മാഫിയ സംഘങ്ങളിലേക്കും കുട്ടികൾ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. പല പീഡികകളും പല ഓഫീസുകളും നമ്മുടേതുപോലുള്ള പട്ടണത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ ആകർഷിക്കാനും ആ കുട്ടികളെ മയക്കുമരുന്നിന്റെ കാരിയറായിട്ട് ഉപയോഗപ്പെടുത്താൻ, മദ്യത്തിന്റെ കാരിയറായിട്ട് ഉപയോഗപ്പെടുത്താൻ, കള്ളപ്പണത്തിന്റെ കാരിയറായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ ഈ കുട്ടികളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും തമ്മിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. മുതിർന്നവരുമായിട്ടുള്ള സൗഹൃദം പിന്നെ ഒരു അളവിൽ മാത്രമേ നമ്മൾ അനുവദിക്കാൻ പറ്റൂ. അതും നമ്മുടെ കൺവട്ടത്ത് വെച്ച്, നമ്മുടെ ശ്രദ്ധയിൽ വെച്ചാണ് അത് നടക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതെവിടെ വഴിതെറ്റുന്നുവോ, വഴിതെറ്റുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വസ്ത്രധാരണ രീതിയിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. വസ്ത്രധാരണ രീതിയിലെ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തണ്ടൻകാലിന് താഴേക്ക് വസ്ത്രം പോകാൻ പാടില്ല, ഈ വർത്താനമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അത് പറയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, അതിപ്പോൾ പറയാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ വസ്ത്രധാരണത്തിൽ അവരുടെ നഗ്നത മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തണം. നമ്മൾ വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ, നമ്മൾ വസ്ത്രം അടുപ്പിച്ചു കൊടുക്കുമ്പോൾ, അവരോട് സ്വയം വസ്ത്രം എടുത്ത് അടുപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ അവരുടെ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അവരുടെ പാൻസിന്റെ രീതിയാണ്. പാൻസ് മിക്കവാറും കുട്ടികൾ ചന്തിന്റെ അടിയിൽ നിന്ന് മേപ്പെട്ട് ഒട്ടിച്ചു വെച്ച മാതിരി, സ്ക്രൂ അറ്റിട്ട് പിടിപ്പിച്ച മാതിരിയാണ്. ഊരന്റെ മുകളിൽ അതിന് ഒരു പിടുത്തവും എവിടെയും കാണുന്നില്ല എന്നതാണ് പല കുട്ടികളുടെയും അവസ്ഥ. ഇടക്കാലത്ത് വളരെ ഷോർട്ട് ഷർട്ട് വന്നിരുന്നു, പക്ഷെ ഇപ്പോൾ അത് പോയി എന്തോ ഒരു ഭാഗ്യത്തിന്. അതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ശരീരമല്ലാതെ കാണുന്ന ഒരു വസ്തു അണ്ടർവെയറിന്റെ ആ പേരെഴുതിയിട്ടുള്ള വലിയ സ്ട്രിപ്പ് മാത്രമാണ് എന്നതാണ്. ജോക്കി എന്നോ മറ്റോ എഴുതിയിട്ടുള്ള സ്ട്രിപ്പ് മാത്രമേ കാണുള്ളൂ. ഈ ഒരു വസ്ത്രധാരണത്തിന്റെ അത്രത്തോളമൊന്നും എത്തുന്നില്ലെങ്കിലും നമ്മൾ കൊടുത്ത പാൻസിന്റെ ശീല ഉപയോഗിച്ചുകൊണ്ട് തയ്ച്ചെടുക്കുന്ന യൂണിഫോമിൽ പോലും ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ ഷർട്ട് ഇൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഭാഗമായിട്ടുള്ള ഒരു പാൻസ് വേണം. ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുപ്പായം ഏതാണ്ട് ഒരു ചന്തി മറയുന്ന, മലയാളത്തിൽ തന്നെ ഞാൻ പറയാം, വാക്ക് കുറച്ച് മോശമാണെങ്കിൽ പോലും മനസ്സിലാണെങ്കിൽ അതാ നല്ലത്, മറയുന്ന രൂപത്തിലുള്ള ഒരു കുപ്പായവും ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികൾ മുകളിലെ ബട്ടൺ വരെയുള്ള ബട്ടൺ ഇടുന്നത് വളരെ നല്ലതാണ്.
പാൻസ് വളരെ ടൈറ്റുള്ളതാകരുത്. ശരീരത്തിൻ്റെ ഓരോ അവയവവും എത്ര സ്ക്വയർ ഇഞ്ച് ആണുള്ളത്, എത്ര ക്യൂബിക് ഇഞ്ച് ആണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ടൈറ്റുള്ള ഡ്രസ്സ് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കരുത്. അല്പം ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സേ ശീലിപ്പിക്കാവൂ. അവര് നമ്മളെയല്ലല്ലോ അനുഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലുകളെയും അവിടെ വരുന്ന അടയാളങ്ങളെയും അവർ അവലംബിക്കുന്നത്. അതുകൊണ്ട് ആഭാസത്തരമുള്ള പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികൾ താടി വെക്കുന്ന രീതി, താടി എന്ന് പറഞ്ഞാൽ താടിയിൽ എവിടെയും താടി ഉണ്ടാവില്ല. പിന്നെ താടിന്റെ മുകളിൽ ഇവിടെ ഉണ്ട്, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഇവിടെ കാണാം രണ്ട് സാധനമായിട്ട്, ചിലപ്പോൾ കാണാം കുത്തനെ ഇങ്ങനെ, പിന്നെ ബാദുഷയുടെ ചെരുപ്പിന്റെ അറ്റം പോലെ ഇങ്ങനെ താടി കിടക്കുന്നു. ഇങ്ങനെ ഒരു തരത്തിലുള്ള കോലം കെട്ട കോലം. അതെന്തോ ആയിക്കോട്ടെ, അത് വേറെ ആരെയും അലോസരപ്പെടുത്തൂല. എവിടെയാണ് ഇവൻ എന്നൊക്കെ ചിന്തിക്കുക മാത്രമേ ഉള്ളൂ. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൾഗറായിട്ടുള്ള വേഷവിധാനങ്ങൾ, ശരീരത്തിന്റെ നഗ്നത കാണിക്കുന്ന വേഷവിധാനങ്ങൾ മറ്റു പലരെയും അലോസരപ്പെടുത്തും എന്നതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായും വർജിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വസ്ത്രധാരണം ഒരു സ്വർഗരതിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വസ്ത്രധാരണമായിട്ടാണ് ഇത്രേ അഖിലലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നത്. അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വസ്ത്രധാരണമാണ് അത്. നമ്മുടെ ഈ കുട്ടികൾക്ക് ആ വസ്ത്രം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ അവരുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം, അവരുടെ മറ്റു വഴിക്കുള്ള സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങളിലൂടെ അവർ വഴിതെറ്റിപ്പോകുന്ന രീതി, അത് അവരെ കൊണ്ടുചെന്നെത്തുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ചില ആളുകൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികളെ ജോലിക്ക് പറഞ്ഞയക്കുന്നവരാണ്. ജോലിക്ക് പറഞ്ഞയക്കുന്നില്ലെങ്കിലും ജോലിക്ക് പോകുന്നവരാണ്. അതിൽ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. കുട്ടികൾ ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാശ് കിട്ടും. അത് വീട്ടിൽ നല്ല നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, വഴി തെറ്റിയ രൂപത്തിൽ ഉപയോഗിക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞേക്കേണ്ടുന്ന ഒരു സാധ്യതയും ഒരു നിർബന്ധിതാവസ്ഥയും നമുക്കുണ്ടെങ്കിൽ ഞാനതിനെ പൂർണ്ണമായി നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പോൾ കൾച്ചറലി പലതരത്തിലുള്ള മോശമായ അവസ്ഥകളിലേക്കും നമ്മുടെ കുട്ടികളെ ചെന്നെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും മൈലാഞ്ചി കല്യാണങ്ങൾക്ക് കൂടി ചേർന്നതായിരിക്കും കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഈ പണി ആരംഭിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരം വരെ കുട്ടികൾ നമ്മുടെ ഒരു അന്തരീക്ഷത്തിലല്ല ജീവിക്കുന്നത്, മറ്റൊരന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളിലേക്ക് കുട്ടികളിൽ വഴുതി മാറുന്നത് പഠനത്തിൽ അവർക്ക് താല്പര്യം കുറക്കുകയും +2 കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, അവർ പിന്നെ AC നന്നാക്കാനും മൊബൈൽ നന്നാക്കാനും പോകുകയാണ് വേണ്ടത് എന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനും സാധ്യതയുണ്ടതുകൊണ്ട് ആ വിഷയത്തിലും നമ്മുടെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അത് തീർത്തും വേണ്ടെന്ന് പറയുകയല്ല, പക്ഷേ ഒരു കൺട്രോളിനകത്തായിരിക്കണം അത്തരം ജോലിക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാശ്ചാത്യൻ സമൂഹങ്ങളിൽ ഏതാണ്ട് 15 വയസ്സോടുകൂടി തന്നെ വിദ്യാഭ്യാസം സ്വന്തം ചെലവിലാണ് ഓരോ കുട്ടികളും നടത്തുന്നത്. അതിനവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള സാഹചര്യം അവിടെയുണ്ട്. നമ്മുടേത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം ആയതിനാൽ നമ്മൾ കുറെ കൂടി ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിചാരം ഇതാണ്. അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് മറ്റു വീടുകളിൽ ചിലപ്പോൾ വിരുന്നിന് പോകുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ അടുത്ത വീടുകളുമായി സൗഹൃദത്തിന് പോകുന്ന അവസരത്തിൽ അവിടെയും അവർ നേരത്തെ പറഞ്ഞ സ്വവർഗ സ്വഭാവത്തിലുള്ള വൃത്തികേടുകളിലേക്കും അന്യ സ്ത്രീകളുമായും പെൺകുട്ടികളുമായും ഇടപെട്ട വൃത്തികേടുകളിലേക്കും പോകാതിരിക്കുവാനും നമ്മുടെ ഒരു കണ്ണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പെൺകുട്ടികളുടെ വിഷയം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഏതാണ്ട് ഒരു 13-14 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു 13 വയസ്സ് ആകുന്നതോടുകൂടി തന്നെ പഴയ കാലത്ത് ഉമ്മമാർ കുട്ടികൾക്ക് നൽകിയിരുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അത് മറക്കുവാനുള്ള, അതുപോലെ തന്നെ ശരീരത്തിലെ ആകർഷണീയമായ അവയവങ്ങൾ മറക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസം. 13 വയസ്സാകുമ്പോഴേക്കും ഉമ്മമാർ പറയാറുണ്ടല്ലോ, പിന്നെ നീ ഒരു പെണ്ണായി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം, അതുകൊണ്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ആണുങ്ങളുടെ ഇടയിൽ കൈ പോണത്, അതുകൊണ്ട് ആ തട്ടെടുത്തൊന്ന് മറിച്ചാളാം, മുന്നിൽ കണ്ട് എടുത്തിട്ടാളെ തട്ടം എന്നൊക്കെ പറയാറില്ലേ? ഈ പറയുന്ന പറച്ചിൽ എവിടെ പോയിപ്പോ?
ഇത് പറയേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചോ? അത് പറയേണ്ടതില്ല എന്ന് ആരെയാ തീരുമാനിച്ചത്? നമ്മളാരും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അത് തീരുമാനിച്ചത്. അവര് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ മാറൊക്കെ വളർന്നു വരുന്ന സമയത്ത് ലജ്ജാശീലമല്ല അവരിൽ വളരേണ്ടത്. അവരിൽ വളരേണ്ടത് ഒരു തരത്തിലുള്ള പ്രകടനവാഞ്ചയാണ് എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികള് ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നെ ഇതാ നോക്കിക്കോളി, ഞാനൊരു 10-15 വയസ്സായിട്ടുണ്ട് എന്നുള്ള നിലക്ക് കുട്ടികൾ പിന്നെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നട്ടല് നിവർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഇന്ന് ആളുകളുടെ മുമ്പാകെ വരുന്നത്. അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാറുമറക്കാനും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ശരീരഭാഗങ്ങൾ മറക്കുവാനുമുള്ള ഒരു പരിശീലനം നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ ഈ യൂണിഫോം സിസ്റ്റം പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു സ്വഭാവത്തിലാണ്, ഒരു കൾച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ആ സിസ്റ്റം. ഞാൻ സാധാരണ യാത്ര ചെയ്യുന്ന മാവൂർ റോട്ടിൽ, ആ മാവൂർ റോട്ടിൽ ഒരു കാഴ്ച ഞാൻ കാണാറുണ്ട്. അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് മുട്ടുംകാലിന് മുകളിലേക്ക്, തൊടയുടെ മുകളിലേക്ക് മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ടാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു അത് ഗേൾസ് സ്കൂൾ മാത്രമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ആളുകൾ ബസ്സിൽ സഞ്ചരിക്കുന്നതും ഇതേ വസ്ത്രധാരണത്തോടു കൂടിയാണ്. അവിടെ മുസ്ലിം കുട്ടികളും ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രത്യേകത, മുസ്ലിം കുട്ടികൾ പർദ്ദ ധരിച്ചിട്ടാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. പർദ്ദ ഗേറ്റിലേക്ക് പോകുമ്പോൾ ധരിക്കൂല, ഗേറ്റിന്റെ പുറത്തെത്തിയിട്ട് ആ പർദ്ദ മടക്കി ബാഗിലിട്ടതിന് ശേഷം അവരുടെ വസ്ത്രധാരണമായിട്ട് അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ച എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നല്ലത്. പക്ഷേ നമ്മുടെ ഈ സ്കൂളിൽ നേരെ തിരിച്ചാണ്. ആ തിരിച്ചെന്താന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം പർദ്ദ ഇടുകയും അല്ലെങ്കിൽ മുഖമക്കര ധരിക്കുകയും പുറമെ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ മറ്റൊരു രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു മുസ്ലിം മതമൗലികതാവാദി അല്ലെങ്കിൽ ഒരു മുസ്ലിയാര് പറയുന്ന ഒരു വാചകമായിട്ടല്ല. മിനിയാന്ന് തിരുവനന്തപുരത്ത് വെച്ച് ജസ്റ്റിസ് ശ്രീദേവി വളരെ ശക്തിയായിട്ട് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ചില ആളുകൾ പറയും, അപ്പൊ പെണ്ണുങ്ങളെയാണോ നോക്കേണ്ടത്? ആണുങ്ങളല്ലേ കുഴപ്പമുണ്ടാക്കുന്നത്? എന്നിട്ടും പെണ്ണുങ്ങളെ നന്നാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അതിനൊരു വിദ്വാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മറുപടിയല്ല, മറ്റൊരു വിദ്വാന്റെ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ജ്വല്ലറി കവർച്ച നടത്തുന്നതിന് കള്ളന്റെ വീട്ടിലല്ലല്ലോ കാവല് നിൽക്കല്, ജ്വല്ലറിക്ക് തന്നെ കാവല് നിൽക്കണ്ടേ? കവർച്ച ചെയ്യപ്പെടുന്നതിനാണ് കാവൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കവർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീത്വത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് വസ്ത്രധാരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ വളർച്ചയനുസരിച്ച് അത് വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ പഴയ കാലത്ത് ഈ ഹാഫ് സാരി എന്ന് പറയുന്ന ഒരു സാരി, സെറ്റ് എന്ന് പറയുന്ന ഒരു രൂപം, പിന്നെ ഹാഫ് ചോല എന്ന് പറയുന്ന ചേല എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ മാറുമറക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാറുമറക്കുന്നതിലൂടെയാണ് ഒരു ലജ്ജാശീലം നമ്മുടെ കുട്ടികൾക്ക് വരുന്നത്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് മുഖാമുഖം ഇരിക്കും. ഈ മുഖാമുഖം ഇരിക്കുമ്പോൾ ഒരാളുടെ ശ്രദ്ധ എതിർഭാഗത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ മാറിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ സാരി മേലോട്ട് പൊന്തിച്ച് അവളുടെ മാറിടം മറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു ലജ്ജാശീലമാണ്. ആ ലജ്ജാശീലം നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഹോർമോൺ ധാരാളമായി കുത്തിവെക്കുന്ന കോഴികളാണല്ലോ നമ്മൾ തിന്നുന്നത്. ഇഷ്ടം പോലെ കോഴിയല്ലേ. ഞാനിവിടെ ഈ ഉച്ചക്കുള്ള ഇടവേളയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികളൊക്കെ കോഴി തിന്നുകയാണ്. കോഴി ബിരിയാണിയാണ് എല്ലാ കുട്ടികളും. ഈ കോഴി ബിരിയാണി തിന്നിട്ട് ഇപ്പോൾ പട്ടണങ്ങളിലൊക്കെ തന്നെ കുട്ടികളായ വൃദ്ധന്മാരുണ്ടായിത്തീരുന്നു. കുട്ടികളായ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കുലുങ്ങും. ഇവിടെ പിൻഭാഗം, അതുപോലെ വയറിന്റെ അടിഭാഗം, ഇതൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അവരിങ്ങനെ ഈ ഭൂമി തന്നെ കുലുങ്ങാണോ എന്നുള്ള നിലക്കാണ് അവര് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ്.
അതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒരു ക്ലാസ് കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് സാഹചര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു 8 വയസ്സാകുമ്പോഴേക്ക് 9 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ ശാരീരികമായി ഒരു തരത്തിലുള്ള വികാസം നേടുന്നു. കുട്ടിക്ക് അതിനനുസരിച്ചുള്ള മാനസിക വികാസം ഉണ്ടാകുന്നില്ല. മാനസിക വികാസം ഉണ്ടാകാത്തത് കൊണ്ട് കുട്ടികൾക്ക് സ്വന്തം സഹോദരനിൽ നിന്നോ അമ്മാവനിൽ നിന്നോ കസിൻ ബ്രദേഴ്സിൽ നിന്നോ ഉണ്ടാകുന്ന ലാളനകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരിങ്ങനെ തൊട്ട് ലാളിക്കും കുട്ടികളെ, അവിടെ ഇവിടെയൊക്കെ ഒഴിയുന്നൊക്കെ ഉണ്ടാവും. അത് കുട്ടിയാണെങ്കിൽ ഒരു സ്നേഹമായിട്ട് എൻ്റെ അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അത് ആസ്വദിക്കുന്നുണ്ടാകും. ഈ ആസ്വദിക്കുന്നതിൻ്റെ ഇടക്ക് തന്നെ ഇത് ചെയ്യുന്നവന്റെ തലയിൽ ചിലപ്പോൾ സെക്സിയായ വികാരങ്ങൾ കത്തുന്നുണ്ടാകും. അത് കത്തി പിന്നീട് അത് സ്വകാര്യതയിലേക്ക് നീങ്ങുകയും പിന്നീട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുകയും ചിലപ്പോൾ അത് അതിര് കവിഞ്ഞു എന്ന് ബോധ്യമായാൽ കൊല വരെ അവിടെ വെച്ച് ചെറിയ കുട്ടികളെ കൊല്ലുക എന്ന ഒരു സംഗതി വരെ സംഭവിക്കുകയും ചെയ്യും. അടുത്ത കാലത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കൂ. മകളെ പിതാവ് പീഡിപ്പിക്കുന്നു, മകളെ വല്യച്ഛൻ പീഡിപ്പിക്കുന്നു, സഹോദരന്മാർ പീഡിപ്പിക്കുന്നു, അമ്മാവന്മാർ പീഡിപ്പിക്കുന്നു. ഈ അമ്മാവൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ്. നേരെ ഉമ്മയുടെ ആങ്ങളയായ അമ്മാവനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ അങ്കിൾ എന്ന് വിളിക്കുന്ന വലിയൊരു വൃത്തമുണ്ടല്ലോ, അങ്കിൾ എന്നാണ് കുട്ടികൾ വിളിക്കുന്നത്. അത് അയൽപക്കത്ത് വരും, സൗഹൃദത്തിൽ വരും, കസിൻ ബ്രദേഴ്സ് വരും. ആ ഒരു വലിയ വൃത്തത്തിൽ വരുന്ന അങ്കിൾ എന്ന പ്രയോഗം തന്നെ ഒരു അടുപ്പത്തിന്റെ പ്രയോഗമാണ്. ഈ അടുപ്പം വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടുന്ന ഒരു അടുപ്പവുമാണ്. പക്ഷെ ആ അടുപ്പം ഏതെങ്കിലും സന്ദർഭത്തിൽ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ പീഡനത്തിന്റെ കഥകൾ നമ്മുടെ വീടകങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ നിങ്ങൾ കിടപ്പ് അറകളിൽ അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 9 വയസ്സ് കഴിയുമ്പോൾ 10 വയസ്സാകുന്ന ഘട്ടത്തിൽ ഉമ്മയുടെയും ബാപ്പയുടെയും കിടക്കയിൽ പിന്നെ ആ കുട്ടി കിടക്കരുത്. ആ കുട്ടിക്ക് മനസ്സിലാവണം, ഞാൻ ഇപ്പോൾ ഒരു സ്വകാര്യതയെക്കുറിച്ച് ബോധമുണ്ടാകേണ്ടുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന നിലക്ക് അവളെ മാറ്റിക്കിടത്തണം. അതുപോലെ തന്നെ ആ പ്രായഘടനയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുന്നതായ ഒരു സാഹചര്യവും ഉണ്ടാകരുത്. ഇതൊക്കെ അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല. ഈ ഒരു അകൽച്ച കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഗാർഹിക പീഡനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള ബോധം, അന്യരുമായുള്ള ഒരു അകൽച്ചയെ കുറിച്ചുള്ള ബോധം നമ്മുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ അടിക്കടി നൽകിക്കൊണ്ടിരിക്കണം. അത് സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യല്ല, സൗഹൃദത്തെ ഇല്ലായ്മ ചെയ്യല്ല, ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയല്ല. ഒരു പെൺകുട്ടിക്ക് ബോധമുണ്ടാകണം, എൻ്റെ വിലപ്പെട്ട സ്വത്ത് എൻ്റെ ചാരിത്രമാണ്. എൻ്റെ ചാരിത്രത്തിൽ ഒരാൾ കൈവച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ജീവിതാന്ത്യം വരെ ഒരു വലിയ പ്രഹരമായിരിക്കും. എൻ്റെ ജീവിതാന്ത്യം വരെ എൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ലല്ലോ എന്ന ബോധം എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ കുറ്റബോധമുള്ളയാളായിരിക്കും, എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുമ്പിൽ കുറ്റബോധമുള്ളയാളായിരിക്കും. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഞാനാണ് എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് കുറേശ്ശെയായി അവളുടെ വളർച്ചക്കനുസരിച്ച് നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. അപ്പോഴേ അവളുടെ തന്നെ പിതാവിൽ നിന്ന് അവൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയുള്ളൂ, അവളുടെ കസിൻ ബ്രദേഴ്സിൽ നിന്ന് അവളുടെ അങ്കിൾമാരിൽ നിന്ന് അവള് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയുള്ളൂ, അവൾ പോകുന്ന ബസ്സിൽ നിന്ന്, അവൾ പോകുന്ന ജീപ്പിൽ നിന്ന്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ എല്ലാം ഈ ഒരു ഡിസ്റ്റൻസ് അവൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് അവളുടെ മനസ്സിലുണ്ടാക്കേണ്ട ഒരു ബോധമാണ്. ആ മനസ്സിലുണ്ടാക്കേണ്ടുന്ന ബോധത്തിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിലുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ അവളിൽ ഉണ്ടാക്കേണ്ടത്. അവളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു കാവൽക്കാരനെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 100 കണ്ണുകൾ തുറന്നു വെച്ചാലും അവൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും. നിങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല. അവളെ രക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരനെ അവളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാവൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ കാവൽക്കാരൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ, ഏകനായ പടച്ചവനെ, ഈശ്വരനെ, ദൈവത്തെ അവളുടെ മുമ്പിൽ നമ്മൾ കത്തിച്ചു വെക്കണം, ഒരു വിളക്കായി കത്തിച്ചു വെക്കണം.
ഏത് തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോഴും അവൾക്ക് തോന്നണം, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് എനിക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. എൻ്റെ സെഫിയ മിസ് കാണുന്നില്ലെങ്കിലും, പ്രിൻസിപ്പാൾ കാണുന്നില്ലെങ്കിലും, സ്കൂൾ ടീച്ചർ കാണുന്നില്ലെങ്കിലും, നമ്മുടെ ഉമ്മ കാണുന്നില്ലെങ്കിലും, വാപ്പ കാണുന്നില്ലെങ്കിലും, ഒരാൾ മുകളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ ബോധം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാകണം. ആ ബോധം നിങ്ങൾക്കില്ലാതെ നിങ്ങളുടെ കുട്ടികൾക്ക് ആ ബോധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, എൻ്റെ ഉമ്മക്കും എൻ്റെ വാപ്പക്കും അള്ളയെക്കുറിച്ചുള്ള ബോധമുണ്ട്, അതുകൊണ്ട് അള്ളയുണ്ട്. നിങ്ങൾ അവര് കളവ് പറയുന്നില്ലെങ്കിൽ, നിങ്ങൾ കളവ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാവും, എൻ്റെ ഉമ്മയും വാപ്പയും ഒരു പരാശക്തിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സാധ്യതകളും ഒത്തിട്ടും അവിഹിതമായിട്ടുള്ള യാതൊന്നും ആസ്വദിക്കാതിരിക്കാൻ, അവിഹിതമായ യാതൊന്നും ഞങ്ങൾക്ക് ഭക്ഷണമായി തരാതിരിക്കാൻ ഞങ്ങളുടെ വാപ്പയും ഞങ്ങളുടെ ഉമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാപ്പയും ഉമ്മയും ഒരു അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, ആ അള്ളാഹുവിനെ ഞാനും ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരം അവളിൽ വളർന്നു വരണം. ആ വിചാരമുണ്ടെങ്കിലേ അവളെ അന്തിമമായി സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ യാത്ര നിങ്ങളുടെ ഒരു കൺമുന്നിലായിരിക്കണം. എപ്പോൾ ഇവിടെ നിന്ന് വരുന്നു, എപ്പോഴെത്തുന്നു, അതിനുള്ള ഇടയിലുള്ള ഗ്യാപ്പ് എത്രയുണ്ട്, ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അവിടെ എത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ, അവൾ എങ്ങോട്ടെങ്കിലും വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ, സ്കൂൾ പരീക്ഷ ഉച്ചക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള സമയം അവൾ എവിടെയാണ് ചെലവഴിക്കുന്നത്, അത് അധ്യാപകരും ശ്രദ്ധിക്കണം, രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്ക് അതിൽ കൂടുതൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഏതെങ്കിലും സ്കൂൾ ഇല്ലാത്ത ദിവസം അവൾ സ്കൂളിലേക്ക് പുറപ്പെടുന്നുണ്ടോ, സ്കൂൾ ഉള്ള ദിവസം തന്നെ പുറപ്പെട്ടിട്ട് സ്കൂളിൽ എത്താത്ത ദിവസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇത് അവളുടെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അവന്റെ കാര്യത്തിലും ആവശ്യമാണ്. ആ വിഷയത്തിലെല്ലാം തന്നെ നമുക്ക് ഒരു കണ്ണ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ അവരുടെ രഹസ്യമാക്കി അവർ സൂക്ഷിക്കുന്ന എല്ലാറ്റിലും നമ്മുടെ കണ്ണുണ്ടാകണം. രഹസ്യമായിട്ട് അവർ സൂക്ഷിക്കുന്ന ഒന്ന് അവരുടെ റൂമാണ്. ആ റൂമിൽ നമ്മൾ എത്തി നോക്കണം. ആ റൂമിൽ നിങ്ങളുടെ ഒരു അറിവിൻ വട്ടത്തായിരിക്കണം റൂം. അവർ അടച്ചു വെക്കുന്ന മേശയും അടച്ചു വെക്കുന്ന പെട്ടിയും അത് ചില സന്ദർഭങ്ങളിലെങ്കിലും അവരുടെ സാന്നിധ്യത്തിലായാലും തിരക്കേടില്ല, നിങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ അവർ കൈവശം വെക്കുന്ന സീഡികൾ, അവർ കൈവശം വെക്കുന്ന പെൻഡ്രൈവുകൾ, അവർ കൈവശം വെക്കുന്ന മറ്റ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഉപകരണങ്ങൾ, ഇത് നിങ്ങളുടെ ഒരു കൺവട്ടത്തിൽ അതിന്റെ പാസ്വേഡ്, അതിന്റെ സൗകര്യങ്ങൾ, അതിന്റെ എല്ലാ ഫോൾഡറുകളെ കുറിച്ചുള്ള വിവരങ്ങളും ശരിക്കും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടർ അവരുടെ മാത്രം ഒരു സ്വകാര്യ സാധനമാകരുത്. ആ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം. നിങ്ങൾക്കതിൽ കാണാൻ കഴിയണം, അത് നോക്കാൻ കഴിയണം, അതിന്റെ ഉള്ളറകളിലേക്കും ഫോൾഡറുകളിലേക്കും കടന്നു ചെല്ലാൻ കഴിയണം. അവർക്ക് സ്വകാര്യതയുള്ളതോടൊപ്പം തന്നെ ആ സ്വകാര്യ നിങ്ങളുടെ നിരീക്ഷണത്തിനകത്തുള്ള ഒരു സ്വകാര്യതയായിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങുന്നു കുട്ടികൾ. ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങുക എന്നത് നല്ലൊരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ്, അതൊരു സോഷ്യൽ മീഡിയയാണ്. അതേ അവസരത്തിൽ ആ കുട്ടികൾ പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു നിശ്ചിത പ്രായത്തിന് ശേഷമല്ലാതെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ടതായി വരികയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ കൂടി കൺവട്ടത്തുള്ള ഒരു ഫേസ്ബുക്ക് ആയിരിക്കണം. അവർ കൈകാര്യം ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയണം. അപ്പോൾ മുമ്പ് സ്വകാര്യത എന്ന പേരിൽ മേശയും പെട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് സ്വകാര്യത എന്ന പേരിൽ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അവരുടെ ബാഗുകൾ അടക്കം. ഈ ബാഗുകളും ഈ സംവിധാനങ്ങളും ഒക്കെ നിങ്ങളുടെ ഒരു പരിചയത്തിന്റെ വട്ടത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ കൂട്ടുകെട്ട് ഏറ്റവും നല്ല കൂട്ടുകെട്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് ഇല്ലായ്മ ചെയ്യാൻ നമുക്കിന്ന് കഴിയുകയില്ല. കൂട്ടുകെട്ടും നിങ്ങളുടെ ഒരു പരിധിയിലായിരിക്കണം എന്നുള്ളതാണ്. അവളുടെ കൂട്ടുകെട്ട് ആരാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവന്റെ കൂട്ടുകെട്ട് ആരാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും നിങ്ങളുടെ ഒരു പരിധിയിലായിരിക്കണം. ആരൊക്കെയാണ് നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്? ഇന്ന ആളാണ് ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സിന്റെ പിതാക്കളാരാണ്, മാതാക്കളാണ്,
അവരുമായിട്ട് ടെലിഫോൺ ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ചലനങ്ങൾ അറിയാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഫ്രണ്ട്സിന്റെ രക്ഷിതാക്കളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ധാരാളമായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത് കുട്ടികൾ? ഒരാവശ്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയുന്നത് കുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാനാണ് എന്നാണ്. സ്കൂളിൽ നിന്ന് പുറപ്പെട്ട കുട്ടി വീട്ടിലെത്തിയോ എന്ന് എനിക്ക് അറിയാനാണ് അവൾക്ക് ഞാൻ മൊബൈൽ വാങ്ങിക്കൊടുത്തത്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഗൗരവപൂർവ്വം നിങ്ങൾ അത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് പറയുകയല്ലാതെ. അതിനൊന്നും വാപ്പക്ക് ഒരു തരുമ്പ് ഒഴിവുണ്ടാകാറില്ല. ബേജാറാവുകയാണെങ്കിൽ ഉമ്മന്നെ ബേജാറാവണം, വാപ്പക്കൊരു ഒഴിവുണ്ടാകാറില്ല. അതേ അവസരത്തിൽ അവളെ ലൊക്കേറ്റ് ചെയ്യാൻ വേറെ പല ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടാകും. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കവരെ ലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവരെ ലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകൾ എത്രയോ പുറമെ നിന്ന് ഇതേ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാകും എന്ന് പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഉപയോഗം വളരെയധികം നിയന്ത്രിക്കണം. നിങ്ങൾ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെ പിന്നാക്ക സ്കൂളായിട്ടും അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടും ചിത്രീകരിക്കരുത്. ഏറ്റവും സ്റ്റാൻഡേർഡുള്ള സ്കൂളുകളിൽ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മൊബൈലിന്റെ ദുരുപയോഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വശങ്ങളെ സംബന്ധിച്ചാണ്. ഇതുപോലെ അനേകം വിഷയങ്ങൾ ഉണ്ടാകാം. ആ വിഷയങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കണം. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ധാരാളം കാശ് വരും. നമ്മൾ കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ അമ്മാവൻ കൊടുക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ കസിൻ ബ്രദേഴ്സ് കൊടുക്കുന്നവരുണ്ട്, അളിയന്മാർ കൊടുക്കുന്നതുണ്ട്. പിന്നെ ഒരുപാട് കാശ് വരുന്നു. ഈ കാശ് അവരുടെ കയ്യിൽ കിട്ടുകയാണ്. സ്നേഹത്തിന്റെ ഒരു അടയാളം എന്നുള്ള നിലക്ക് ഓരോരുത്തർ കൊടുക്കുന്നതാണ്. ഈ കാശ് മുഴുവൻ അപ്പം തന്നെ കുട്ടികൾ ചെലവഴിക്കുകയാണോ വേണ്ടത്? അല്ല, ആ കുട്ടികളുടെ പേരിൽ തന്നെ നമ്മളത് സംഭരിച്ചു വെക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാ, നിന്റേത് ഇത്ര ഉറുപ്പിയായി, ഇത്ര ഉറുപ്പിയായി, ഇത്ര ഉറുപ്പിയായി, അത് ഇത്രയാകുമ്പോൾ നമുക്ക് ഇത്ര ചെയ്യണം, ഇത്രയാകുമ്പോൾ ഇത്ര ചെയ്യണം എന്ന്, ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൊരു താല്പര്യം ഉണ്ടാക്കുക. എന്നിട്ട് വലിയ സംഖ്യകളാകുന്ന സമയത്ത് കുട്ടിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, ആനന്ദത്തിന് വക നൽകുന്ന, കുട്ടികൾക്ക് ആഹ്ലാദകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഒന്നുകിൽ വലിയൊരു ടൂർ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് എടുക്കാം. അത് കുട്ടിയുടെ സമ്പാദ്യം എന്നുള്ള നിലക്ക് കുട്ടി ചെയ്യുന്ന സമയത്ത് സമ്പാദ്യശീലം വളരുന്നു എന്ന് മാത്രമല്ല, കാശിന്റെ ദുരുപയോഗം ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പിന്നെ ബേക്കറിയിൽ അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ 300 രൂപക്കും 500 രൂപക്കും ഒക്കെ കുട്ടികൾ ഇരുന്നങ്ങോട്ട് തിന്നുകയാണ്. ആ തിന്നുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. ആ തിന്നുന്നതിലൂടെ ഭക്ഷണം മാത്രമല്ല അവരകത്താക്കുന്നത്, അതിൻ്റെ കൂടെയുള്ള വിഷം മാത്രമല്ല അവരകത്താക്കുന്നത്, മറിച്ച് അതിൻ്റെ കൂടെയുള്ള കൾച്ചർ കൂടി അവരകത്താക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഉമ്മമാരോട് പറയും, നിങ്ങൾ ആൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, നല്ല ഫ്രഷ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് TV കാണാനുള്ള സൗകര്യത്തിന് മിനിയാന്നുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീൻകറിയും ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കടുത്ത പുട്ടും അത് ഉടക്കണമെങ്കിൽ വല്ല ചുറ്റികയും കൊണ്ടുവരണം. ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കരുത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത്. അന്നുണ്ടാക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ, മതിയായ ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ, കുട്ടികൾ വൈകുന്നേരം ട്യൂബ് കുത്തനെ വെച്ച ഹോട്ടലുണ്ട്, ട്യൂബ് കുത്തനെ വെച്ചിട്ട് വെളിച്ചം കാണിക്കുന്ന ഹോട്ടലുണ്ട്, ഫാസ്റ്റ് ഫുഡ് എന്നാണ് അവർ പറയാ. ആ ഫാസ്റ്റ് ഫുഡിൽ കുട്ടികൾ എങ്ങനെയെങ്കിലും മഗ്‌രിബിന് ശേഷം എത്തിച്ചേരും, അവിടെ വെച്ച് ഭക്ഷണം കഴിക്കും. നേരത്തെ പറഞ്ഞ സാംസ്കാരികമായ പ്രശ്നങ്ങൾ മുഴുവൻ അവർ അനുഭവിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് നല്ല സ്നേഹം നൽകണം. നിങ്ങൾ ആവശ്യത്തിന് സ്നേഹം നൽകിയിട്ടില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ കിനിവ് എവിടെയാണോ കിട്ടുന്നത്, ആ കിനിവുമായിട്ട് അവർ അതന്വേഷിച്ചുകൊണ്ട് അവർ നടക്കും. അതുകൊണ്ട് സ്നേഹം നൽകാനും നല്ല ഭക്ഷണം നൽകാനും ഉമ്മമാർക്ക് പ്രത്യേകം ബാധ്യതയുണ്ട്, വാപ്പമാർക്കും അതിനുള്ള ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അവസാനമായി ഒന്നുകൂടി വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികളുടെ സൗഹൃദത്തിന്റെ കാര്യമാണ്. കുട്ടികളുമായിട്ട് യാതൊരു ഡിസ്റ്റൻസും നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ കുട്ടികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കരുത്. കുട്ടികൾ വളരെ ഫ്രാങ്ക് ആയിരിക്കണം. കുട്ടികൾ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാകണം. നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കുട്ടികളുടെ ഏറ്റവും വലിയ ആമോദം നടക്കേണ്ടത്. അതിലുള്ള തമാശകൾ മുഴുവൻ പൊട്ടിക്കുക, കാര്യങ്ങൾ മുഴുവൻ പറയുക, സൗഹൃദങ്ങൾ മുഴുവൻ പങ്കിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കളിക്കുക.
എന്നിട്ട് ഓരോ ഭക്ഷണം കഴിക്കുന്നതും ഓരോ ആഘോഷമായി മാറണം. കുട്ടി ടിവിക്ക് മുന്നിൽ ഇരിക്കുന്നതിനേക്കാൾ താല്പര്യപ്പെടേണ്ടത് രാത്രി ഭക്ഷണം ബാപ്പയോടും ഉമ്മയോടും ഒപ്പം കഴിക്കുന്നതിലായിരിക്കണം. അതിൽ വാപ്പയും ഉമ്മയും തമ്മിൽ നടത്തുന്ന സ്നേഹപ്രകടനങ്ങൾ, ആ സ്നേഹപ്രകടനം കുട്ടി കാണണം. കുട്ടികളെ മുന്നിൽ നിന്ന് മൂപ്പർക്ക് ഒരു ഉള്ള ചോറങ്ങോട്ട് തൊള്ളയിട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മൾ രണ്ടാളും ഇങ്ങനെ ഓരോ കിലം മോന്ത ഓരോ കിലായിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. ആ സ്നേഹപ്രകടനം അവർ കാണട്ടെ. അതവർക്കൊരു ആനന്ദമാണ്, അതവർക്കൊരു ഒരു മാനസികമായ ഉല്ലാസമാണ്. അവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്ന ശ്ലീലമായിട്ടുള്ള എല്ലാ സ്നേഹപ്രകടനങ്ങളും കുട്ടികളുമായിട്ടും ആകണം, തങ്ങളുടെ ഇണകളുമായിട്ടും ആകണം. അത് ആ സന്ദർഭത്തെ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെങ്ങനെ കഴിയും? അപ്പോഴല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സീരിയൽ നടക്കുന്നത്. അതിനിടയ്ക്ക് ചോറ് മറ്റേ ആ ഫ്രിഡ്ജിലുണ്ടാകും, ആ തൈര് അതെടുത്തോ, പിന്നെ അടുപ്പത്തുണ്ടാകും മറ്റേ സംഗതി, ഓവനിലുണ്ടാകും അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തിന്നോ എന്ന് പറയുന്ന സമയത്ത് ഈ സ്നേഹപ്രകടനത്തിന്റെ അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ആ ദൗത്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്നുണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.